അങ്ങനെ മേനക സുരേഷിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും മകളായ തെന്നിന്ത്യൻ താരറാണിയായ കീർത്തി സുരേഷ് ഉടൻ തന്നെ വിവാഹിതയാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, കീർത്തി സുരേഷ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കഥയോ പ്രചാരണമോ ഒന്നുമല്ല. ഇത് 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ്. കീർത്തി തന്നെയാണ് തൻ്റെ വിവാഹ വാർത്ത ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതും തൻ്റെ ബാല്യകാല സുഹൃത്തിനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ് കീർത്തി പറയുന്നത്. അപ്പോഴാണ് എല്ലാ സംശയങ്ങളും എല്ലാ ചോദ്യങ്ങളും മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാലിലേക്കും കൂടി ഉയരുന്നത്. കാരണം നമുക്കറിയാം, കീർത്തി സുരേഷും മേനക സുരേഷും സുരേഷ് കുമാറും മോഹൻലാലിൻ്റെ കുടുംബവും ഒക്കെ തന്നെ വലിയ അടുപ്പത്തിൽ തന്നെയാണ്. സുരേഷ് കുമാറും മോഹൻലാലും ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ്. മോഡൽ സ്കൂളിൽ 1969 ബാച്ച്മേറ്റ്സ് ആണ് സുരേഷ് കുമാറും മോഹൻലാലും. അപ്പോൾ അത്രയും ചെറുപ്പം മുതൽ തന്നെ ഇരുവരുടെയും കുടുംബവുമായി വലിയ ബന്ധത്തിൽ തന്നെയാണ്. അപ്പോഴാണ് കീർത്തി സുരേഷിൻ്റെ കളിക്കൂട്ടുകാരൻ തന്നെയാണ് തൻ്റെ വിവാഹ വരൻ എന്ന് പറയുമ്പോൾ അത് പ്രണവ് മോഹൻലാലിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ അക്കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും നിറഞ്ഞു നിൽക്കുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു സൂചിപ്പിക്കേണ്ടി വരും. ഡിസംബർ 2ാം വാരം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മുൻപും പലതവണ കീർത്തിയുടെ വിവാഹ വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവങ്ങൾ. തീർച്ചയായും ഡിസംബർ 2ാം വാരത്തിൽ കീർത്തി സുരേഷിൻ്റെ വിവാഹം ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയും വരും. വിവിധ മൂവി ഗ്രൂപ്പുകളിലും ഇതൊരു സംസാര വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പക്ഷേ അത് വിവാഹം തന്നെയാണോ എൻഗേജ്മെൻ്റ് ആണോ എന്നതും കൂടി അറിയേണ്ടതുണ്ട്. സംവിധായകൻ ആലപ്പി അഷ്റഫും കീർത്തിയുടെ വിവാഹം സംബന്ധിക്കുന്നൊരു വിശേഷം അടുത്തിടെ പുറത്ത് വിട്ടിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുടുംബവുമായി അടുത്തുള്ള ബന്ധമുള്ള മിക്ക ആളുകളും കീർത്തിയുടെ വിവാഹ കാര്യത്തിൽ സമാനമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. 15 വർഷത്തെ സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുന്നത് എന്നും അറിയുന്നുണ്ട്. പക്ഷേ അതിലും പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നു. കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങ് ഗോവയിൽ വെച്ചാണ് നടക്കുക. കൊച്ചി സ്വദേശിയായ ആൻ്റണി സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരം ഇതുവരെ രഹസ്യമാക്കി വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരുൺ ധവാന്റെ ബേബി ജോണിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കീർത്തിയുടെ ഈ വിവാഹ വാർത്തയും കൂടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. 15 വർഷത്തെ ബന്ധമാണ് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതും കൂടി കീർത്തി സുരേഷ്, മേനക സുരേഷ് കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായി മാറുന്നു. ഗോവയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. ഡിസംബർ 2ാം വാരത്തിൽ ഈ വിവാഹം നടക്കും എന്നുള്ളത് അറിയുന്നു. ഇനി അറിയേണ്ടത് വരൻ ആരാണ് എന്നത് സംബന്ധിച്ചത് അത് പ്രണവ് മോഹൻലാലാണോ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ആണോ, ഇതൊക്കെ തന്നെയാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം.